മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ ജീവിത വിജയങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു പ്രധാന ഘടകം ജീവിത വിജയം എന്നാൽ അവനവൻ്റെ ഏത് ലക്ഷ്യമാകട്ടെ, നമ്മുടെ ലക്ഷ്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവിത വിജയങ്ങൾക്കും വിഘാതമായി നിൽക്കുന്ന ഒരു പ്രധാന ഘടകം ലളിതമായ സത്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ്. വിജയത്തിൻ്റെ സീക്രട്സ് ചില ലളിതമായ കാര്യങ്ങളാണ് എന്നറിഞ്ഞാൽ തന്നെയും ഇത്രയും ലളിതമായ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക? മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ കാര്യങ്ങളാകും വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളൊരു മിഥ്യാധാരണയിൽ സങ്കീർണമായ കുഴഞ്ഞുമറിഞ്ഞ കാര്യങ്ങൾ ചെയ്തെങ്കിലേ വിജയിക്കൂ എന്നുള്ളൊരു മിഥ്യാധാരണയിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും സത്യത്തിന് വിരുദ്ധമായ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണെങ്കിലും കേട്ടറിയുമ്പോൾ അവിടെയാണ് വിജയമെന്ന് കരുതി ആ ലളിതമായ സത്യങ്ങളെ വിട്ട് കളഞ്ഞിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ അഭിരമിക്കുന്ന, അതിൽ തൃപ്തി കണ്ടെത്തുന്ന ആ ഒരു രീതിയാണ് മനുഷ്യൻ്റെ വിജയങ്ങൾക്ക് വിഘാതം. ഉദാഹരണത്തിന്, പണ്ട് കാലത്ത് മോഡേൺ മെഡിസിനൊക്കെ വരുന്നതിന് മുൻപ്, ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ ഉത്ഭവിക്കുന്നതിന് മുൻപ് വിട്ടുമാറാത്ത തലവേദനയ്ക്കുള്ള മരുന്നാണ് ഒരു മരുന്നാണ് വിട്ടുമാറാത്ത തലവേദനയ്ക്കുള്ളൊരു ഒറ്റമൂലിയായിരുന്നു ഉള്ളി അരച്ച് ഉള്ളങ്കാലിലിട്ടാൽ മതി. വിട്ടുമാറാത്ത തലവേദനയുമായി ബുദ്ധിമുട്ടിയ ഒരു രാജാവ് വിദൂര നാട്ടിലുള്ളൊരു വൈദ്യനെക്കുറിച്ച് കേട്ടറിയുകയും ഒരുപാട് കഷ്ടപ്പെട്ട് തയ്യാറെടുപ്പ് നടത്തി ബുദ്ധിമുട്ടി കാടും പുഴയും മലയും ഒക്കെ താണ്ടി കാളവണ്ടിയിലും കുതിരവണ്ടിയിലും മഞ്ചലിലും പല്ലക്കിലും ഒക്കെയായി ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ എത്തിയതിനു ശേഷം ആ വൈദ്യനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ വിട്ടുമാറാത്ത തലവേദനയെക്കുറിച്ച് വളരെ ആവേശത്തോടെ വർണ്ണിച്ചതിന് ശേഷം വൈദ്യരിപ്പോൾ വളരെ സങ്കീർണമായ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറിപ്പടി കുറിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാതോർക്കുമ്പോൾ ഈ വൈദ്യർ പറയാണ്, ഇത് വീട്ടിൽ പോയി അവിടെ പോയിട്ട് നിങ്ങളുടെ സ്ഥലത്ത് പോയിട്ട് ഉള്ളി അരച്ച് ഉള്ളംകാലിട്ടാൽ മതി, വീട്ടിൽ പോയി ഉള്ളി അരച്ച് ഉള്ളംകാലിട്ടാൽ മതി. അടി പൊട്ടും. അവിടെ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത്രയും ആവേശത്തോടെ ഞാൻ ഈ തലവേദനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ വൈദ്യർ പറയുന്നു, വീട്ടിൽ പോയി ഉള്ളി അരച്ച് ഉള്ളംകാലിട്ടാൽ മതി എന്ന്, കൊട്ടാരത്തിൽ പോയി ഉള്ളി അരച്ച് ഉള്ളംകാലിട്ടാൽ മതി എന്ന്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഇദ്ദേഹം അത് ആവർത്തിക്കുമ്പോൾ ഇത് മതിയാവുമെന്ന് ചോദിച്ചാൽ മറ്റൊരു മരുന്നായ ഉള്ളി ബുദ്ധിമുട്ടാണെങ്കിൽ ജീരകം അരച്ച് ഉള്ളംകാലിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അടി പൊട്ടുകയല്ല, ചിലപ്പോൾ ഈ രാജാവ് വാളൂരുകയും ചെയ്യും. അപ്പോൾ ഈ രാജാവിന് തൃപ്തിയാകണമെങ്കിൽ ആ വൈദ്യൻ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പലതും കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ വൈദ്യർക്കറിയാം, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നവർക്കറിയാം ഇത് ലളിതമായി കൊടുത്താൽ ആളുകൾ സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോൾ ആ വൈദ്യർ ഇങ്ങനെയാണ് കൊടുക്കുക. അതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുത്തെങ്കിൽ ഈ രാജാവ് സ്വീകരിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ സ്വീകരിക്കുന്നു മനസ്സിലാകുമ്പോൾ അതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കും. ഒന്ന് ആലോചിച്ചതിന് ശേഷം ഓക്കെ തലവേദന ഒരു സ്വല്പം ജാടയൊക്കെ കാണിച്ചതിന് ശേഷം കാര്യസ്ഥൻ കുറിച്ചോളൂ, നിങ്ങളുടെ വീടിൻ്റെ തെക്കേ പറമ്പിലെ വടക്കേ മാവിൻ്റെ കിഴക്കേ കൊമ്പിലെ പടിഞ്ഞാറോട്ട് വിരിഞ്ഞു നിൽക്കുന്ന മാമ്പൂവിൻ്റെ ഇതളുകളും ഉള്ളിയും ചേർത്തരച്ചുള്ളംകാലിലിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ സന്തോഷമായി. അപ്പോഴും മരുന്ന് എന്ത് തന്നെയാണ്? ഉള്ളി തന്നെയാണ്. ഇത് നമ്മിലെല്ലാവരിലുമുണ്ട്, നമ്മിൽ പലരിലും പല രീതിയിലുണ്ട്. അതൊക്കെയാണ് മറ്റേ കിട്ടാത്ത പണം കിട്ടിയതിന് നന്ദി എന്ന് പറയുന്നതും. അതൊക്കെ മാനിഫെസ്റ്റേഷനാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. കിട്ടാത്തത് കിട്ടിയെന്ന് പറയുന്നത് നുണയാണെന്നുള്ള ഒരു സത്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല. യഥാർത്ഥ ധനികരൊക്കെ ഞാനത് നേടുമെന്ന് ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത് എന്നുള്ളത് ലോകത്ത് നാം യഥാർത്ഥ ധനികരുടെ മിക്കവാറും മീറ്റിങ്ങുകളിലും ചെയ്തികളിലും കാണുന്ന കാര്യവുമാണ്. എങ്കിലും കിട്ടാത്തത് കിട്ടി എന്ന് പറയുന്നതിൽ അഭിരമിക്കുന്ന ആ ഒരു കോംപ്ലിക്കേറ്റഡായ സങ്കീർണമായ സത്യവിരുദ്ധമായ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ക്യാരക്ടർ അതൊന്ന് ലിങ്ക് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും നാം എപ്പോഴും യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾക്ക് ആവശ്യമായ കാര്യം നിരന്തരം ആവർത്തിക്കുക. അത് ലളിതമാണോ കോംപ്ലിക്കേറ്റഡ് ആണോ എന്നുള്ളതല്ല, അവനവൻ്റെ ലക്ഷ്യം നേടാൻ ആവശ്യമായ കാര്യം എന്താണോ അത് ഡേ ബൈ ഡേ ആവർത്തിക്കുക. ഇന്നും നടപ്പാക്കുക, നാളെ നടപ്പാക്കുക, മറ്റന്നാൾ നടപ്പാക്കുക. അത് മാനസിക ഘടകങ്ങളാകട്ടെ, ഭൗതികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാകട്ടെ, മൈൻഡ് പ്ലസ് മെത്തേഡ്. നമ്മൾ മനസ്സിലേക്ക് ആ ഹോംവർക്കുകൾ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ മനസ്സിലേക്ക് നമ്മൾ ആ ശരിയായ കാര്യങ്ങൾ കൊടുക്കുക. ആ ലക്ഷ്യബോധം മനസ്സിലേക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. ഭൗതികമായി നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ അതിനായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പോവുക. പണം ഉണ്ടാക്കാനുള്ള കാര്യത്തിലേക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക. എങ്ങനെ 10 കാശ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുക. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും നിരന്തരം ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുമ്പോൾ ഏത് സാമ്പത്തിക ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെ നിങ്ങളെക്കാട്ടിലും പല മേഖലകളിലും പല ഏരിയകളിലും ബൗദ്ധിക ശേഷിയും ശാരീരിക ശേഷിയും കഠിനാധ്വാന ശേഷിയും കുറഞ്ഞ നിരവധി ആളുകൾ ലോകത്ത് പണം സമ്പാദിക്കുന്നവരുണ്ട്. സോ നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും.
നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ. ശുഭദിനം.